എല്ലാവർക്കും നമസ്കാരം. രുചികരമായൊരു സാലഡ് കഴിച്ചുകൊണ്ട് നമ്മുടെ കുടലിന്റെ ആരോഗ്യം അടിപൊളിയാക്കാൻ പറ്റിയാലോ? വെറുതെ ഒരു സാലഡല്ല, നമ്മുടെ പഴയ ആയുർവേദത്തിലെ അറിവും ഏറ്റവും പുതിയ സയൻസും ഒക്കെ ഒരുമിച്ച് ചേർത്തൊന്ന്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെയൊരു കിടിലൻ വിഭവത്തെക്കുറിച്ചാണ്. അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. സാലഡ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നതെന്താ? തണുത്ത പച്ചക്കറികളൊക്കെ ഇട്ടൊരു സംഭവം അല്ലേ? എന്നാൽ ഈ സാലഡിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒട്ടും ചൂടാക്കാതെ തന്നെ ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു ചെറുചൂട് ഫീൽ ചെയ്യും. അത്ഭുതം തോന്നുന്നുണ്ടോ? അതെങ്ങനെയാ സാധിക്കുന്നത്? ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് ഇതിന്റെ വളരെ സ്പെഷ്യലായ ഒരു പാചകരീതിയിലാണ്. അപ്പോ ഈ സാലഡ് എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് പച്ചക്കറിയൊന്നുമല്ല. ഇതിലൊരു 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുന്നുണ്ട്. ഒന്നാമത്തത് നല്ല കിടിലൻ രുചി, രണ്ടാമത്തത് നമ്മുടെ കുടലിന് വേണ്ടിയുള്ള പക്കാ സയൻസ്, പിന്നെ നമ്മുടെ ശരീരത്തിന് ബാലൻസ് നൽകുന്ന ആയുർവേദ ആശയങ്ങളും. ഈ 3ഉം കൂടി ചേരുമ്പോഴാണ് സംഭവം കളറാകുന്നത്. ഒരു സാധാരണ സാലഡിൽ നിന്ന് ഇത് വേറെ ലെവലിലേക്ക് മാറുന്നത്. അപ്പോ ശരിക്കും എന്താണ് ഈ സാലഡിന്റെ ലക്ഷ്യം? പ്രധാനമായും ഒരു 4 കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, നമ്മുടെ കുടലിന് ഏറ്റവും അത്യാവശ്യമുള്ളൊന്നാണ് ബ്യൂട്ടി റേറ്റ്, അത് കൂട്ടണം. രണ്ടാമത്, ഈ ഗ്യാസ്, വയറുവീർക്കൽ പോലുള്ള ബുദ്ധിമുട്ടില്ലേ, അതൊക്കെ കുറയ്ക്കണം. മൂന്നാമത്, നമ്മുടെ ദഹനശക്തി, അതായത് ആയുർവേദത്തിൽ പറയുന്ന അഗ്നി, അതിനെ ഒന്ന് ബാലൻസ് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതെല്ലാം നമ്മുടെ സ്വന്തം നാടൻ രുചിയില് ഒരു വിട്ടുവീഴ്ചയില്ലാതെ ആസ്വദിക്കാൻ പറ്റണം. അതാണ് പോയിന്റ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഇതിന്റെ പിന്നിലെ സയൻസിലേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലാം. ഈ സാലഡിന്റെ എല്ലാ ഗുണങ്ങൾക്കും കാരണമായ ഒരു സൂപ്പർ സ്റ്റാർ ഘടകമുണ്ട്. നമുക്കതിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിന്റെ പേരാണ് റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. സിമ്പിളായി പറഞ്ഞാല്, നമ്മുടെ കുടലിലെ ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകളുണ്ട് അല്ലേ? അവർക്കുള്ളൊരു സൂപ്പർ ഫുഡാണ് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച്. ഈ ബാക്ടീരിയകള് ഇത് ഭക്ഷണമാക്കുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ബ്യൂട്ടിറേറ്റ് എന്നൊരു അടിപൊളി സംയുക്തം തരും. നമ്മുടെ കുടലിന്റെ ഭിത്തിയൊക്കെ ആരോഗ്യത്തോടെ സ്ട്രോങ് ആയി നിർത്തുന്നത് ഈ ബ്യൂട്ടിറേറ്റ് ആണ്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇനിയാണ് ഈ കളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം വരുന്നത്. എങ്ങനെയാണ് നമ്മൾ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ടാക്കുന്നത്? അതിനൊരു മാജിക് ട്രിക്കുണ്ട്. 3 സ്റ്റെപ്പുകൾ. ഒന്നാമത്, നിങ്ങളുടെ കയ്യിലുള്ള തിനയോ മറ്റ് ധാന്യങ്ങളോ വേവിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും പ്രധാനം. വേവിച്ച സാധനം കുറഞ്ഞത് ഒരു 8 മുതൽ 12 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിക്കണം. എന്നിട്ട് കഴിക്കുന്നതിനൊരു 10-15 മിനിറ്റ് മുൻപ് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കുക. ഈ വേവിക്കുക, തണുപ്പിക്കുക എന്ന പ്രോസസ്സാണ് സാധാരണ സ്റ്റാർച്ചിനെ നമുക്ക് വേണ്ട റെസിസ്റ്റൻസ് സ്റ്റാർച്ചാക്കി മാറ്റുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇതാണ് ഇതിലെ ഗോൾഡൻ റൂൾ. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത ഈ തിന ഒരു കാരണവശാലും, ഞാൻ ഒന്നുകൂടി പറയാണ്, ഒരു കാരണവശാലും സ്റ്റൗവിലോ മൈക്രോവേവിലോ വെച്ച് വീണ്ടും ചൂടാക്കരുത്. അങ്ങനെ ചെയ്താൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് മുഴുവൻ നശിച്ചുപോകും. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെങ്ങനെയാ ചെറുചൂട് കിട്ടുന്നതെന്ന് അല്ലേ? ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ശരി, അപ്പോ സയൻസ് ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഈ സാലഡ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് വെറുതെ സാധനങ്ങൾ വാരിയിട്ട് ഇളക്കുന്നൊരു റെസിപ്പിയല്ല കേട്ടോ. ഇതിലെ ഓരോ ചേരുവയ്ക്കും അതിൻ്റേതായ ഒരു റോളുണ്ട്. അപ്പൊ നമ്മുടെ സാലഡിന്റെ ബേസ് അല്ലെങ്കിൽ ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് വേവിച്ച പയറുവർഗ്ഗങ്ങളാണ്. ചെറുപയറെടുക്കാം, അല്ലെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ കുറച്ചു മുതിരയും ചേർക്കാം. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്ന ഈ പയറുകൾ കുടലിൽ ആ ബ്യൂട്ടിറേറ്റ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യും. ഇനിയാണ് ആ ചെറുചൂടിന്റെ രഹസ്യം വരുന്നത്. അതായത്, നമ്മളൊരു തോരൻ സ്റ്റൈൽ താളിക്കല് നടത്തുന്നു. ഒരു ചെറിയ പാനില് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് കടുകും വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ തീ ഓഫ് ചെയ്യണം. നമ്മൾ ആകെ ചൂടുപയോഗിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഇവിടെയാണ് ആ ട്രിക്ക്. നമ്മൾ ഈ ചൂടുള്ള എണ്ണ സാലഡിലേക്ക് ഒഴിക്കുമ്പോൾ ആ എണ്ണ യഥാർത്ഥത്തിൽ കൊണ്ടുവരുന്നത് ചൂടല്ല, മറിച്ച് അതിന്റെ സുഗന്ധവും രുചിയുമാണ്. എണ്ണയുടെ ചൂട് ആ തണുത്ത സാലഡിൽ വീഴുമ്പോൾ പെട്ടെന്ന് കുറയും. പക്ഷേ ആ കടുകുവറുത്തതിന്റെയും കരിവേപ്പിലയുടെയും മണം സാലഡിൽ മുഴുവൻ പിടിക്കും. അപ്പൊ എന്താ സംഭവിച്ചത്? റെസിസ്റ്റൻസ് സ്റ്റാർച്ച് നശിച്ചില്ല, പക്ഷേ നമുക്ക് ചെറുചൂടിന്റെ ഒരു സുഖകരമായ ഫീലും കിട്ടി. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചയായ സാധനങ്ങൾ ചേർക്കാം. ചെറുതായി അരിഞ്ഞ സവാള, കുറച്ച് തേങ്ങ ചിരകിയത്, പിന്നെ ഒരു ചെറിയ പുളിക്ക് വേണ്ടി കുറച്ച് പച്ചമാങ്ങ,
കൂടെ കുതിർത്തുവെച്ച ഫ്ലാക്സീഡിന്റെ ജെല്ലും ചേർക്കാം. ഇതെല്ലാം നല്ല ഫൈബറും മറ്റു പോഷകങ്ങളും നൽകും. രസകരമായ കാര്യം എന്താന്നാൽ പച്ചമാങ്ങയിലും കുറഞ്ഞ അളവിൽ റെസിസ്റ്റൻസ് സ്റ്റാർച്ചുണ്ട്. അവസാനമായി രുചി ബാലൻസ് ചെയ്യാനും ദഹനത്തിനും വേണ്ടി കുറച്ച് പൊടികൾ. ഒരു നുള്ളു ജീരകപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ചുക്കുപൊടി. ആവശ്യത്തിന് ഇന്ദുപ്പും ചേർക്കാം. ഈ പൊടികളൊന്നും ചൂടാക്കുന്നില്ല, നേരിട്ട് ചേർക്കുകയാണ്. അപ്പോ ഫൈനൽ അസംബ്ലി. ഒരു വലിയ പാത്രമെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തണുപ്പിച്ചുവെച്ച തീനയും വേവിച്ച പയറുമിടുക. അതിന്റെ കൂടെ അരിഞ്ഞുവെച്ച പച്ചക്കറികളും മസാലപ്പൊടികളും ചേർക്കുക. ഇനി ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ചൂടുള്ള താളിപ്പൊഴിക്കുന്നത്. എന്നിട്ട് പതുക്കെ ഒന്നിളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് വെറുതെ വെക്കുക. അപ്പോഴേക്കും ആ ചൂടും തണുപ്പുമെല്ലാം കൂടി ചേർന്ന് കഴിക്കാൻ പാകത്തിനുള്ള ഒരു ചെറു ചൂടിലേക്ക് ഈ സാലഡ് മാറിയിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഫലപ്രദമാകുന്നത്? നമുക്ക് അതൊന്ന് ചുരുക്കി നോക്കാം. നോക്കൂ, ഇതിലെ ഓരോന്നിനും അതിന്റേതായ ഒരു ജോലിയുണ്ട്. തണുപ്പിച്ച തിന നമുക്ക് റെസിസ്റ്റൻസ് സ്റ്റാർച്ച് തരുന്നു. വെളിച്ചെണ്ണ കുടലിന് നല്ലതാണ്. കറിവേപ്പില അക്കർമാൻസിയ പോലുള്ള നല്ല ബാക്ടീരിയകളെ സപ്പോർട്ട് ചെയ്യും. നമ്മൾ നടത്തുന്ന ആ കടുക് താളിക്കൽ ദഹനരസങ്ങളെ ഉത്തേജിപ്പിക്കും. ആ ചെറുചൂടിന്റെ സുഗന്ധം ആയുർവേദ പ്രകാരം വാദത്തെ കുറയ്ക്കാൻ നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായി വീണ്ടും ചൂടാക്കാത്തതുകൊണ്ട് ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് സുരക്ഷിതമായിരിക്കും. എല്ലാം കൂടി ചേർന്നൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ. ഇനി ഇതിനെ ഒരു പടി കൂടി കടന്ന് ഒരു പ്രോബയോട്ടിക് പവർ ഹൗസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്. കഴിക്കുന്നതിന് തൊട്ടു മുൻപായി 1-2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർക്കുക. അല്ലെങ്കിൽ നമ്മുടെ നാടൻ കഞ്ഞിവെള്ളം കുറച്ചൊഴിച്ചാലും മതി. ഇത് നമ്മുടെ കുടലിലേക്ക് നേരിട്ട് നല്ല ബാക്ടീരിയകളെ എത്തിക്കും. അപ്പോ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ഒരുമിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ സയൻസ് പറഞ്ഞു. ഇനി ഇതിന്റെ ആയുർവേദ വശം കൂടി നോക്കാം. എങ്ങനെയാണ് ഈ പുതിയ അറിവ് നമ്മുടെ പഴയ ശാസ്ത്രവുമായി യോജിച്ചു പോകുന്നത്? ആയുർവേദത്തിൽ പറയും, തണുത്തതും ഡ്രൈ ആയതുമായ ഭക്ഷണങ്ങൾ വാതദോഷം കൂട്ടുമെന്ന്. അതായത് ശരീരത്തിൽ ഗ്യാസും അസ്വസ്ഥതകളും ഉണ്ടാക്കാം. സാധാരണ തണുത്ത സാലഡുകൾക്ക് ഈ പ്രശ്നമുണ്ട്. എന്നാൽ നമ്മുടെ ഈ സാലഡ് ആ ചെറുചൂടുള്ളതുകൊണ്ട് വാതത്തെ കൂട്ടുന്നില്ല. പകരം കുടലിനെ ശുദ്ധിയാക്കാൻ സഹായിക്കുന്നു. അതായത് കോഷ്ഠശുദ്ധി. ചുരുക്കി പറഞ്ഞാൽ ഇത് മനസ്സിനൊരു ഊഷ്മളതയും നമ്മുടെ കുടലിന് നല്ല ഭക്ഷണവും ഒരുമിച്ച് നൽകുന്നു. അപ്പോ ഇത്രയൊക്കെ സവിശേഷതകളുള്ള കേരളീയമായ ഈ വിഭവത്തിന് നമ്മളൊരു പേര് കൊടുക്കണ്ടേ? ഇതാണ് കേരള ബ്യൂട്രിയ തോരൻ ബൗൾ. അപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, രുചിയിലൊരു കോംപ്രമൈസും ചെയ്യാതെ അതേസമയം സയൻസിന്റെ പിൻബലത്തോടെ നമ്മുടെ കുടലിന്റെ ആരോഗ്യം സൂപ്പറായി നോക്കാൻ പറ്റുമെങ്കിൽ പിന്നെന്തിനാ നമ്മൾ മടിച്ചു നിൽക്കുന്നത്? ഒരു പാത്രം ഭക്ഷണത്തിലൂടെ രുചിയും ആരോഗ്യവും ഒരുമിപ്പിക്കാൻ നിങ്ങൾ റെഡിയാണോ?